ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ടാം ഏകദിന മത്സരത്തിൽ തകർപ്പൻ വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ തിരിച്ചുവരവ് നടത്തി. ആവേശകരമായ മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് 1 റണ്ണിൻ്റെ വിജയം വിൻഡീസ് സ്വന്തമാക്കിയത്. ബംഗ്ലാദേശ് നേടിയ 213-7 എന്ന സ്കോർ പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് 133-7 എന്ന നിലയിൽ നിന്നും വമ്പൻ തിരിച്ചുവരവ് നടത്തിയെങ്കിലും അവസാന ഓവറിൽ വേണ്ട 5 റൺസ് നേടാനാവാതെ സമനിലയിൽ സ്കോർ എത്തിക്കുകയായിരുന്നു. പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടിയ വിൻഡീസ് ക്യാപ്റ്റൻ ഷായ് ഹോപ്പാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് വിജയിച്ച ബംഗ്ലാദേശ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്പിന്നർ അഖിൽ ഹുസൈനാണ് വിൻഡീസിനായി ആദ്യ ഓവർ എറിയാനെത്തിയത്. 5-ാം ഓവറിൽ ഓപ്പണർ സെയ്ഫ് ഹസനെ മടക്കി അഖിൽ ഹുസൈൻ ആദ്യ ബംഗ്ലാദേശ് വിക്കറ്റ് എടുക്കുകയും ചെയ്തു. വിൻഡീസ് സ്പിന്നർമാരുടെ മികച്ച അറ്റാക്കിന് മുമ്പിൽ പതറിയ ബംഗ്ലാദേശ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 30-ാം ഓവറിലാണ് 100 റൺസ് കണ്ടെത്തിയത്. 31-ാം ഓവറിൽ പൊരുതി നിന്ന സൗമ്യ സർക്കാരിനെ പുറത്താക്കി അഖിൽ ഹുസൈൻ രണ്ടാം ബംഗ്ലാദേശ് വിക്കറ്റും വീഴ്ത്തി. 89 പന്തിൽ 3 ഫോറും 1 സിക്സും ഉൾപ്പെടെ 45 റൺസായിരുന്നു സൗമ്യ സർക്കാർ നേടിയത്. റൺസ് കണ്ടെത്താൻ പാടുപെട്ട ബംഗ്ലാദേശ് 48 ഓവർ കഴിയുമ്പോൾ 179-7 എന്ന നിലയിലായിരുന്നു. എന്നാൽ അവസാന 2 ഓവറിൽ റിഷാദ് ഹുസൈൻ വമ്പനടികൾ നടത്തിയതോടെ 213-7 എന്ന ഭേദപ്പെട്ട സ്കോറിലെത്താൻ ബംഗ്ലാദേശിന് കഴിഞ്ഞു. 14 പന്തിൽ 3 ഫോറും 3 സിക്സും ഉൾപ്പെടെ 39 റൺസ് റിഷാദ് നേടിയിരുന്നു. വിൻഡീസിനായി 50 ഓവർ എറിഞ്ഞത് 5 സ്പിന്നർമാരായിരുന്നു എന്ന ചരിത്ര നേട്ടവും ഈ മത്സരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ക്രിക്കറ്റിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഏകദിന മത്സരത്തിൽ മുഴുവൻ ഓവറും സ്പിന്നർമാർ എറിയുന്നത്. 3-ാം പന്തിൽ തന്നെ ഓപ്പണർ കിങ്ങിനെ പുറത്താക്കി നാസു മുഹമ്മദ് ബംഗ്ലാദേശിന് മികച്ച തുടക്കമാണ് നൽകിയത്. സ്കോർ 52-ൽ വെച്ച് 28 റൺസ് എടുത്ത അദാൻസയെ റിഷാദ് ഹുസൈൻ പുറത്താക്കി രണ്ടാം വിൻഡീസ് വിക്കറ്റും വീഴ്ത്തി. പിന്നീട് തുടരെ വിക്കറ്റുകൾ നഷ്ടമായ വെസ്റ്റ് ഇൻഡീസ് 133-7 എന്ന നിലയിൽ തകർച്ചയെ അഭിമുഖീകരിച്ചു. 8-ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് ജസ്റ്റിൻ ഗ്രീവ് സഖ്യം മുമ്പോട്ട് പോയെങ്കിലും 45-ാം ഓവറിൽ 26 റൺസ് എടുത്ത ജസ്റ്റിൻ റണ്ണൌട്ട് ആവുമ്പോൾ വിൻഡീസ് 127 റൺസിലെത്തിയിരുന്നു. തുടർന്ന് 9-ാം വിക്കറ്റിൽ ഷായ് ഹോപ്പ് അഖിൽ ഹുസൈൻ കൂട്ടുകെട്ട് സ്കോർ 200 കടത്തിയെങ്കിലും അവസാന ഓവറിൽ വിൻഡീസിന് ജയിക്കാൻ 5 റൺസ് വേണമെന്ന നിലയിലെത്തി. ആദ്യ 2 പന്തുകളിലും റൺസ് എടുക്കാൻ അഖിൽ ഹുസൈന് കഴിഞ്ഞില്ല. 3ഉം 4ഉം പന്തുകളിൽ സിംഗിളുകൾ വന്നതോടെ അവസാന 2 പന്തുകളിൽ 3 റൺസ് വിജയലക്ഷ്യമായി. എന്നാൽ 5-ാം പന്തിൽ അഖിൽ ഹുസൈൻ ക്ലീൻ ബോൾഡായി പുറത്തായി. 1 പന്തിൽ ജയിക്കാൻ 3 റൺസ് ആവശ്യമായിരിക്കെ അവസാന പന്തിൽ ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടെ 2 റൺസ് നേടി മത്സരം വിൻഡീസ് സമനിലയിലെത്തിച്ചു. തുടർന്ന് നടന്ന സൂപ്പർ ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 10 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് നേടിയത്. അഖിൽ ഹുസൈൻ എറിഞ്ഞ ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് മാത്രം എടുക്കാനേ ബംഗ്ലാദേശിന് കഴിഞ്ഞുള്ളൂ. പരമ്പരയിലെ അവസാന മത്സരം ഒക്ടോബർ 23-ന് നടക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.